ബ്യൂട്ടിഫുൾ ഡാൻസ് പെർഫോമൻസ് ആയിരുന്നില്ലേ? താങ്ക് യു ഫോർ ദാറ്റ് ബ്യൂട്ടിഫുൾ വണ്ടർഫുൾ പെർഫോമൻസ്. ഇനി നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ പാലക്കാട് എന്ത് പരിപാടി ഇത്തരത്തിലുള്ള ഒരു ഫംഗ്ഷൻസ് നടത്തുമ്പോഴും വേണ്ട എല്ലാ സപ്പോർട്ടും നൽകുന്ന ഒരു വ്യക്തിയും കൂടെ ഉണ്ട്. ഇനി നമുക്ക് അദ്ദേഹത്തെയും കൂടെ വിളിക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല അല്ലേ? ഈ ഒരു ചടങ്ങിന്റെ ഭാഗമാകാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് പാലക്കാട് MLA ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ. ഒരുപാട് സ്നേഹത്തോടെ ശ്രീ രാഹുലിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട നിരവധി ആളുകൾ വേദിയിലും സദസ്സിലുമായിട്ടുണ്ട്. ഞാനൊരു നീണ്ട പ്രസംഗത്തിലേക്ക് കടന്നു പോകുന്നില്ല, കാരണം ഇതൊരു പ്രസംഗത്തിൻ്റെ വേദിയല്ല. കുറച്ച് വൈകിട്ടാണ് എത്തിയത്. പ്രിയപ്പെട്ട ചെയർപേഴ്സൺ അടക്കമുള്ള ആളുകളാണ്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു വേദിയും അവസരവുമാണിത്. എല്ലാ കാലത്തും സാംസ്കാരിക പ്രവർത്തനങ്ങളെ, വൈവിധ്യങ്ങളെ ഏറ്റവും ചേർത്ത് പിടിക്കുന്ന നാടാണ് പാലക്കാട്. വൈവിധ്യങ്ങളാണ്, സംസ്കാരങ്ങളാണ്, വൈവിധ്യമാർന്ന സംസ്കാരങ്ങളുടെ ഓരോ രസവുമാണ് മാനദണ്ഡമാക്കേണ്ടതെങ്കിൽ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമെന്ന് പറയാവുന്ന ഒരിടമാണ് പാലക്കാട്. അങ്ങനെ മനോഹരമായൊരിടത്ത് നമ്മുടെ എല്ലാവരുടെയും മുന്നിലേക്ക് വാർത്തകളായി, ആസ്വാദിക്കാനുള്ള നിരവധി പരിപാടികളായും ഒക്കെ എത്തുന്ന ഒരു മാധ്യമ നിലയിൽ കേരള വിഷൻ പ്രവർത്തനങ്ങളെ പ്രത്യേകമായി അഭിനന്ദിക്കേണ്ടതാണ്. ഇന്ന് നടത്തുന്ന ഈ പരിപാടിക്ക് എല്ലാവിധമായ സ്നേഹാശംസകൾ. വിവിധ മേഖലകളിലുള്ള ആളുകൾ ഈ പരിപാടിയുടെ ഭാഗമായി പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. കലാകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരും വ്യവസായികളും കുടുംബശ്രീ പ്രവർത്തകരും നെയ്ത്തുകാരും അടക്കം അങ്ങനെ സമൂഹത്തിന് തന്നെ പല പല മേഖലകളിൽ അവരവരുടേതായ വ്യക്തിമുദ്രകൾ പതിപ്പിച്ച നിരവധി ആളുകളുടെ ഈ സ്നേഹ സംഗമത്തിന് എല്ലാവിധമായ സ്നേഹാശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അങ്ങനെയൊന്നും ഞങ്ങൾ പെട്ടെന്ന് രാഹുലിനെ വിടില്ല. ഇനി നമുക്ക് നമ്മുടെ ജൂറിക്കുള്ള പ്രത്യേക അവാർഡ് ദാന ചടങ്ങാണ് നമ്മൾ ഈ വേദിയിൽ ഇനി നടത്താൻ പോകുന്നത്. ജൂറിക്കുള്ള ഈ ഒരു ഉപഹാരം സമ്മാനിക്കുന്നതിനാണ് ഞാൻ രാഹുലിനെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. നമുക്ക് ആദ്യം ജൂറിക്കുള്ള അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി ഞാൻ ക്ഷണിക്കുന്നു ഇന്ദുലേഖ വയലാർ. വയലാർ രാമവർമ്മയുടെ മകളാണ് ഇന്ദുലേഖ വയലാർ. ജൂറിക്കുള്ള ഈ ഒരു അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി ചേച്ചിയെ ഞങ്ങൾ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ചേച്ചിക്കുള്ള ഈ ഒരു ജൂറി അവാർഡ് നൽകുന്നത് നമ്മുടെ സ്വന്തം പാലക്കാടുകാരുടെ അഭിമാനം ശ്രീ രാഹുലാണ്. ചേച്ചിക്ക് ശേഷം ഞാൻ ഈ അവാർഡ്